സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇലക്ഷൻ വന്നതിന് ശേഷം അതിനുമുമ്പ് സ്ഥാനാർത്ഥികളുടെ കാര്യമൊന്നും സാധാരണ ചർച്ച ചെയ്യാറില്ല. ഇതുവരെ ചർച്ചയായിട്ട് എനിക്കറിയില്ല. അതെ, എന്റെ പേര് എല്ലാ കാലത്തും ഉണ്ടായില്ല. 2009 ഞാൻ 3.5 വർഷം പൂർത്തിയാവാതെയാണ് പാർലമെന്റിൽ വന്നത്. വേണമെങ്കിൽ എനിക്ക് പാർട്ടി എന്നോട് ചോദിച്ചിരുന്നു ഒന്ന് കണ്ടിന്യൂ ചെയ്തുകൂടെ, നിങ്ങൾ ഒരു 5 വർഷം പൂർത്തിയായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആളാ. അപ്പൊ എന്റെ പേര് എല്ലാ കാലത്തും വരുന്നതാണ്. ലിസ്റ്റിൽ ഒന്നാമനായിട്ടും പേര് വരും. കാരണം എന്റെ പേര് ഒന്നാമനായിട്ടല്ലേ കൊടുക്കേണ്ടത്. അത് വരാൻ പതിവുണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കേണ്ട സഹോദരി. പാർട്ടി ഏൽപ്പിച്ച ചുമതലയില്ലേ ഞാനിവിടെ ജീവിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് 40 വർഷക്കാലമായി താമസിക്കുന്നത് പാർട്ടി ചുമതല ഏൽപ്പിച്ചുകൊണ്ടല്ലേ. പാർട്ടിയിൽ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. കണ്ണൂർ ജനിച്ച എന്നെ ഭൂരിപക്ഷം കാലവും തിരുവനന്തപുരത്ത് ജീവിക്കാൻ വേണ്ടി അയക്കുന്നത് പാർട്ടിയല്ലേ. അവിടെ ഞങ്ങളൊക്കെ പാർട്ടി തന്നെയാണ്. ഞങ്ങളുടെ ജീവിതം തന്നെ പാർട്ടിയാണ്. ഞങ്ങളുടെ ശരീരത്തിൽ എവിടെ അറുത്തു മുറിച്ചാലും പാർട്ടിയെ കാണും. അതുകൊണ്ട് അതിനൊന്നും ഒരു മാറ്റമില്ല. അതങ്ങനെയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാനിനി ഇല്ലാതെന്ന് 2009 ശേഷം 2013 ഒരിക്കൽ അതൊരു പ്രത്യേക സന്ദർഭത്തിൽ സഖാബ് ചന്ദ്രപ്പ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു തീരുമാനമനുസരിച്ചാണ് എനിക്ക് പോയി മത്സരിക്കേണ്ടി വന്നത്. ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതാണ്. അത് പാർട്ടിയെ ഞാൻ ബോധ്യപ്പെടുത്തും. ഈ പറയുന്നതൊന്നും തന്നെ തീരുമാനമല്ല. അതുകൊണ്ട് ആരും ദയവ് ചെയ്തിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിക്കല്ല. ഇപ്പൊ വഴിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാവരും ഇപ്പൊ ചോദിക്കുന്ന ചായക്കടയിൽ ഇപ്പൊ പോയി ഇരുന്നപ്പോഴും അവിടുന്ന് ചോദിക്കുന്ന സ്ഥാനാർത്ഥിയെന്ന പാവപ്പെട്ട എന്നെ ഉപദ്രവിക്കരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എത്രയും പറയാം.